കേരളത്തിൽ സിലിക്കൺ വാലി പണിയുമെന്നും കേരളത്തെ അന്താരാഷ്ട്ര നിലവാരമുള്ള IT ഹബ്ബാക്കി ഉയർത്തുമെന്നും കേരളത്തിലെ ഗ്രാമങ്ങളിലൊക്കെ IT ഹബ്ബുകൾ നിരക്കുമെന്നുമൊക്കെ പറഞ്ഞ് നാട് നീളെ നടന്ന 10,000-ലധികം കോടി രൂപയുടെ നിക്ഷേപം സമാഹരിച്ച ഒരു സംരംഭമാണ് ടാൽറോപ്പ്. അവരുടെ സ്ഥാപകന്മാരെയോ അവരെക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ വിശദീകരിച്ച് പോകുന്നില്ല. തിരുവനന്തപുരം സ്വദേശികളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബ്രെയിനുകൾ, തലച്ചോറുകൾ. അവര് ധാരാളം സ്കൂളുകളെയും ധാരാളം സ്ഥാപനങ്ങളെയും ഒക്കെ അവരുടെ കീഴിൽ കൊണ്ടുവരികയും അവർക്ക് വ്യക്തിത്വ വികസനവും അവരുടെ വികസന കാര്യങ്ങളിലുമൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുത്തു. ഇവരെ സമീപിക്കുകയാണ്. ഒരു കെട്ടിടം നിർമ്മിക്കണം, നിങ്ങളൊരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ഇവരെ സമീപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കരാറുകാരനെയും സിമന്റ് ഇറക്കുന്നവനെയും കമ്പി ഇറക്കുന്നവനെയും കെട്ടിടം നിർമ്മിക്കുന്ന മേശരിയെയും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൺവിൻസ് ചെയ്യിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കോളേജ് അഡ്മിഷൻ വേണം, അവർ നിങ്ങളെ സഹായിക്കും. അതായത് ഒരു മീഡിയേറ്റർ, ഇടനിലക്കാരനായി നിന്ന് കമ്മീഷൻ അടിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് അവരാദ്യം പെരുമാറിയിരുന്നത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലെ വൻ നിക്ഷേപ തട്ടിപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അന്ന് സംശയം തോന്നിയത് കാരണം കേരളത്തിലാകമാനം ഇവർക്ക് ധാരാളം സ്ഥലങ്ങളിൽ ഇങ്ങനെ അവരൊരു കെട്ടിടം കെട്ടുകയും അവിടെ കുറേ ആളുകളെ കൺസൾട്ടന്റുമാരെ നിയമിക്കുകയും അവിടെ PRO, അവരുടെ സ്റ്റാഫുകൾ, HR അങ്ങനെ തുടങ്ങി സ്റ്റാഫുകളെ നിയോഗിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഇതിനുള്ള വരുമാനം എന്താണ്, ഇതിനുള്ള സ്രോതസ് എന്താണ്? ഏതെങ്കിലും സ്കൂളുകളിൽ ഇവർ പരിശീലനം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ കോളേജുകളിൽ പരിശീലനം നടത്തുകയാണെങ്കിൽ എത്ര രൂപ ലഭിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ കേരളം മുഴുവൻ നടന്ന് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ അഴിമതിയുണ്ട്. താമസിയാതെ ഈ അഴിമതി കഥകൾ പുറത്തു വരും എന്ന് ഞങ്ങൾ അന്നേ കരുതിയിരുന്നു. എന്നിട്ടാണ് പിന്നീട് ഒരു ദിവസമാണ് ഞങ്ങൾക്ക് ഈ അഴിമതിയുടെ സൂചനകൾ ലഭിച്ചപ്പോഴാണ് ടാൽറോപ്പ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വാർത്ത കൊടുത്തത്. ഏതായാലും അത് അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് ഇപ്പോൾ 300ഓളം ജീവനക്കാരെ ടാൽറോപ്പ് പിരിച്ചുവിട്ടിരിക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു അവർ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ സിലിക്കൺ വാലിയൊക്കെ പോയി. മാർക്ക് സുർക്കൻബർഗിനെ പോലുള്ള ആളുകൾ, ഇലോൺ മസ്കിനെ പോലുള്ള ആളുകളൊക്കെ കേരളത്തിൽ നിന്ന് പിറവിയെടുക്കും. വളരെ നല്ല കാര്യമാണ്, അങ്ങനെയൊക്കെ വരണം. വലിയ ബിസിനസ് ബൂമൊക്കെ കേരളത്തിൽ നിന്ന് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവരല്ല ഞങ്ങൾ. പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാതെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ സർട്ടിഫിക്കേഷനും അതുപോലെ അംഗീകാരവും അവാർഡുകളും ഒക്കെ ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ഈയാമ്പാറ്റകൾ വെളിച്ചത്തിലേക്ക് ചെന്നു വീഴുന്നത് പോലെ കോടിക്കണക്കിന് ആസ്തിയുള്ള ആളുകൾ പണം വെളുപ്പിക്കാനും വെളുപ്പിച്ച പണം എങ്ങനെ ചെലവഴിക്കണമെന്നും അറിയാതിരുന്ന ആളുകളൊക്കെ കോടികൾ കൊണ്ട് നിക്ഷേപിച്ചു. ഒന്നും രണ്ടുമല്ല, ചുരുങ്ങിയ കാലയളവ് കൊണ്ട് 10,000-ലധികം കോടി രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. കുറേയൊക്കെ ശമ്പളമായിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ടാകണം ആളുകൾക്കൊക്കെ. മിടുക്കന്മാരും മിടുക്കികളുമായ ധാരാളം ആളുകൾ ഇവരുടെ ട്രെയിനർമാരായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയ 300ഓളം പേരെയാണ് കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടത്. അവർക്ക് ശമ്പളവുമില്ല. ഒരു സുപ്രഭാതത്തിൽ പറയുന്നു നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. ഇത് വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. റിയൽ എസ്റ്റേറ്റ്, പിന്നെ IT ഹബ്ബ് തുടങ്ങാൻ പോകുന്നു, IT പാർക്കുകൾ തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ കണ്ണിൽ വീണ്ടും പൊടിയിടുകയാണ് ഈ ടാൽറോപ്പ്. ഇനി പറയുന്നത് അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എത്രയോയെങ്കിലും തന്നെ തൊഴിലവസരം 2,000-3,000 അതിലപ്പുറം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറയുന്നു. ഇപ്പം നിലവിലുള്ള ഈ 300 പേർക്ക് ശമ്പളം കൊടുക്കാൻ നിവർത്തിയില്ല. 5-6 മാസത്തെ ശമ്പള കുടിശ്ശികയുണ്ട്, മറ്റാനുകൂല്യങ്ങളുടെ കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശിക തീർക്കാൻ നിവർത്തിയില്ല. എന്നിട്ടാണ് അവർ പറയുന്നത് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ 2,000-ലധികം പേരെ ഞങ്ങൾ നിയമിക്കുമെന്ന്. ഇമാതിരിയുള്ള തട്ടിപ്പുകളിൽ മലയാളികൾ വീണ്ടും ചെന്ന് ചാടിക്കൊടുക്കുകയാണ്. അതാണ് തിരിച്ചറിയാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു മനഃശാസ്ത്രം. മലയാളികൾ ഏതൊക്കെ മാഞ്ചിയം തട്ടിപ്പ്, തേക്ക് തട്ടിപ്പ്, ഈട്ടി തട്ടിപ്പ്, കോഴിത്തട്ടിപ്പ്, എല്ലാ തട്ടിപ്പുകളിലും മലയാളി ചെന്നുപെടും. ഓൺലൈൻ തട്ടിപ്പിലും കൂടുതലുള്ളത് മലയാളികൾ തന്നെയാണ്. ഈ മലയാളികൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന കാശാണ് ഭൂരിഭാഗം പേരുടെയും. മക്കളുടെ കല്യാണത്തിന് വേണ്ടി കരുതി വെച്ച പണം, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കരുതി വെച്ച പണം, അതൊക്കെയാണ് കൊണ്ട് ഇമാതിരി തട്ടിപ്പുകാർക്ക് കൊടുക്കുന്നത് എന്ന് അറിയുമ്പോഴാണ് വിഷമം തോന്നുന്നത്. 1 രൂപ ഉണ്ടാക്കുന്നതിൻ്റെ പ്രയാസം എന്താണെന്ന് അധ്വാനിക്കുന്നവർക്ക് മനസ്സിലാകും. ഇങ്ങനെ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് സൂക്ഷിച്ച് സുരക്ഷിതമായ നമുക്ക് ബാങ്കിങ് സ്ഥാപനങ്ങളുണ്ടല്ലോ, സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ബാങ്കിങ് സ്ഥാപനങ്ങളുണ്ടല്ലോ, സഹകരണ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെയൊന്നും കൊടുക്കാതെ ഇമാതിരിയുള്ള തട്ടിപ്പുകാരുടെ വലയിൽ വീണ് കൊടുക്കുകയാണ്. വേറൊരുത്തൻ ചെയ്തത് 700 കോടി രൂപയുടെ തട്ടിപ്പാണ്. ടാൽറോപ്പിൻ്റെ അനുബന്ധമായി പറയേണ്ട തട്ടിപ്പാണ്.
അത് ഇൻഡോ അമേരിക്ക യുദ്ധനിർമ്മാണ കരാർ, ആയുധ നിർമ്മാണ കരാർ എന്നൊക്കെ പറഞ്ഞ് ഉള്ള വലിയ തട്ടിപ്പ്. ഇങ്ങനെ തട്ടിപ്പുകളുടെ കൂട്ടത്തിൽ ടാൽറോപ്പ് 1-ാം സ്ഥാനത്തായിരിക്കുകയാണ്. വലിയ തട്ടിപ്പാണ് കേരളം കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നത്. ഉചിതമായ അന്വേഷണം നടക്കുന്നുണ്ട്, പ്രതികളൊക്കെ പിടിക്കപ്പെടും. അവരുടെ തട്ടിപ്പ് ഇനി നടപ്പാവില്ല എന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാമെന്ന് മാത്രം. മലയാളികൾ പക്ഷേ തട്ടിപ്പിൽ വീണു പോകുമോ ഇല്ലയോ എന്ന് പ്രവചിക്കാൻ നിവർത്തിയില്ല. കാരണം മലയാളികളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. ഒന്നിൽ നിന്നും ഒന്നും പഠിക്കാത്ത വ്യക്തികളായി മലയാളികൾ മാറുന്നു. അതുകൊണ്ടാണ് തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ തകൃതിയായി കേരളത്തിൽ തഴച്ച് വളരുന്നതും.